ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സെൻട്രൽ ടെൻഡൻസി ആയിരുന്നു. സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ നോക്കിയത് എർത്തമാറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിലായിരുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസിലാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു, ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് അപ്പോൺ എൻ. ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ പഠിച്ച ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലും നമുക്ക് ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡ് വെച്ചായിരിക്കും. അത് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് നോക്കാം, പിന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നോക്കാം. അപ്പോൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാം. ഡിസ്ക്രീറ്റ് സീരീസ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ്? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് നോക്കി കഴിയുമ്പോൾ അവിടെ എക്സ് വാല്യൂസ് മാത്രമേ ഉണ്ടായിരുന്നു. സിംഗിൾ ലൈക്ക് 10, 15, 20, 25 ഇങ്ങനെയുള്ള വാല്യൂസിൻ്റെ ആവറേജ് ഇത് മൊത്തം കൂട്ടി എത്ര വാല്യൂസ് ഉണ്ടോ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വാല്യൂ ആവറേജ് കിട്ടുമായിരുന്നു. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എക്സ് വാല്യൂസ് ഉണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇത് തന്നിട്ടുണ്ടല്ലോ, എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ കണ്ടുപിടിക്കും. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും, എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ ഒരു ഗ്രാമത്തിൽ 50 പേർക്ക് 200 മാസം സാലറി ഉണ്ട്, 15 പേർക്ക് 50 രൂപ മാസം സാലറി, 25 പേർക്ക് 100 രൂപ മാസം സാലറി. അപ്പം ഇതിന് എക്സ് വാല്യൂസ് എന്ന് പറയും. എത്ര പേരുണ്ട്, എത്ര വാല്യൂസ് ഉണ്ട്, 50 പേര്, 15 പേര്, 25 പേരെന്നൊക്കെ പറയുമ്പോൾ ഇതിന് എക്സ് വാല്യൂസ് ആണ്. ഇത് ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം നടക്കുന്നു, ഫ്രീക്വൻസി 200. അതായത് 50 പേർക്ക് 200 രൂപ സാലറി ഒരു മാസം. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് ഫ്രീക്വൻസി. അപ്പോൾ എക്സ് ഇതിനുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാൻ, ആൻസർ ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആകും. ഞാൻ ജസ്റ്റ് ഒരു തന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എൻ. ഓക്കെ, ഇത് ചില സ്ഥലങ്ങളിൽ സിഗ്മ എഫ് എന്നും പറയും കേട്ടോ. ഈ CBSE തോന്നുന്നു സിഗ്മ എഫ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇവിടെ എൻ. ഓക്കെ, എൻ ഉപയോഗിച്ചാൽ സിഗ്മ എഫ് ഉപയോഗിച്ചാൽ സെയിം തന്നെയാണ്. ഫോർമുല ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോബ്ലം. എർത്തമാറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിന് ബേസ് ചെയ്ത് ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പെയർ ഓഫ് വാല്യൂസ് ഇങ്ങനെ വാല്യൂ ഫ്രീക്വൻസി തരുമ്പോഴാണ് അതിന് ഡിസ്ക്രീറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അത് 3 എല്ലാം പഠിച്ചിരിക്കണമെന്നൊന്നും ഒരു ഇതുമില്ല. ഏത് മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ 3 മെത്തേഡ് ചെയ്ത് കാണിച്ചു തരാം. സെയിം ആൻസറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒരു വ്യത്യാസമില്ല. ഏത് മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും സെയിം ആൻസറാണ്. പിന്നെ ആ മെത്തേഡ് കൊണ്ടുള്ള ഡിഫറൻസ്, അതായത് എന്തുകൊണ്ടാണ് പിന്നെ ഇത്ര മെത്തേഡ് നിങ്ങൾ ചിന്തിക്കേണ്ടാവും. അത് വേറൊന്നുമല്ല, ബൾക്കി അത് കാൽക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഓരോ മെത്തേഡും വരുന്നത്. ഓക്കെ, ഓരോ മെത്തേഡിൻ്റെ ആവശ്യങ്ങൾ വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ ഫോർമുല. ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ് മെത്തേഡ് ഇങ്ങനെ ഒരു ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സ് വാല്യൂസ് ഞാൻ എഴുതാം. സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എക്സ് വാല്യൂസ് ഇതാണ് നമ്മുടെ വാല്യൂസ്. ഓക്കെ, എക്സ് വാല്യൂസ് 5, 15, 25, 35, 45, 55, 65 and 75. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് വാല്യൂസ്. ഇനി
നമുക്കിതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കണം, നമുക്ക് ഫോർമുല നോക്കി തന്നെ മനസ്സിലാവും. എഫ് ഇൻറ്റു ഇപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് ആണ് വന്നത്. ഓക്കെ, ഈ സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ് ആണ്. എഫ് ഇൻറ്റു എക്സ്, ഈ എഫും ഇൻറ്റു എക്സ്, എഫും എക്സും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടും. അതായത് നമുക്കിവിടെ ഫ്രീക്വൻസി ഇല്ലേ, ഫ്രീക്വൻസി അതുകൂടെ എഴുതിയെഴുതണം. ഈ ഫ്രീക്വൻസി കൂടെ എഴുതിയെഴുതണം. എക്സിൻ്റെ കൂടെ 15, 20, 25, 24, 12, 31, 71, 52 എക്സും എഫും എഴുതിയെഴുതണം കേട്ടോ. വാല്യൂം ഫ്രീക്വൻസി എഴുതിയെഴുതണം. അതിനുശേഷം ഇത് രണ്ടും കൂടെ ജസ്റ്റ് സിമ്പിൾ എഫ് എക്സ്, ഈ സിഗ്മ എഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് ഈ എഫ് എക്സിൻ്റെ ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ്, ഈ എഫിനെ ഇതും കൊണ്ട് ഇൻറ്റു ചെയ്യുക. എങ്ങനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് സെയിം ആൻസർ ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് 15 ഇൻറ്റു 5, 15 ഇൻറ്റു 5, ഈ 15നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, നമുക്കന്നേരം 75 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 20 ഇൻറ്റു 15, നമുക്ക് 20 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ നമുക്ക് 300 കിട്ടും. 300. ഈ 25 ഇൻറ്റു 25 നമുക്ക് 625 കിട്ടും. 24 ഇൻറ്റു 35 840 കിട്ടും. 12 ഇൻറ്റു 45 540 കിട്ടും. 31 ഇൻറ്റു 55 1705. 71 ഇൻറ്റു 65 4615. അടുത്ത ലാസ്റ്റ് 52 ഇൻറ്റു 75 നമുക്കിവിടെ കിട്ടും 3900. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ ഈക്വൾ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പം എക്സ് ബാറിന് സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ ചുമ്മാ എഫും ഇൻറ്റു എഫും എക്സും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമ്മ്, അതിൻ്റെ ടോട്ടൽ സമ്മ്. ഇതിൻ്റെ ഇപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 12,600 സിഗ്മ എഫ് എക്സ്. ഇതാണ് നമുക്ക് ടോട്ടൽ സമ്മ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ 12,600 ഡിവൈഡ് ബൈ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ, 12,600 ഡിവൈഡ് ബൈ എൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് നോക്കിയപ്പോൾ അവിടെ ഒറ്റ വാല്യൂസ് ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഒറ്റ വാല്യൂസ് നമ്മൾ എന്താ എന്നെ നമ്മൾ കൺസിഡർ അവിടെ ചെയ്തുകൊണ്ട് എന്താണ് നമ്മളെ ഒബ്സർവേഷൻ കൗണ്ട് ചെയ്യുമായിരുന്നു അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 അതുപോലെ എൻ കൊണ്ട് എഴുതരുത്. ഓക്കെ, ഇവിടെ നമ്മൾ എൻ എഴുതേണ്ടത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഈ പറഞ്ഞ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മൾ എൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫ്രീക്വൻസിയുടെ ടോട്ടൽ, ഇതിപ്പോൾ ടോട്ടൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 250 കിട്ടും. ഇതാണ് ഫ്രീക്വൻസിയാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എൻ. ലാസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസിൽ എർത്തമാറ്റിക് മീൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ, ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിൽ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. സിഗ്മ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ സമ്മിനാണ് നമ്മൾ എൻ എന്ന് കൺസിഡർ ചെയ്യുക. സോ 12,600 ഡിവൈഡ് ബൈ 250 എന്ന് പറയുമ്പോൾ നമുക്ക് 50.4 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡും വെച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ വീണ്ടും എടുത്ത് എഴുതി. അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഏത് മെത്തേഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഇൻഡിവിജ്വൽ സീരീസ് ആയിക്കോട്ടെ, ഡിസ്ക്രീറ്റ് സീരീസ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സീരീസ് ആയിക്കോട്ടെ, നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡോട് ഷോർട്ട് കട്ട് മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും ഒന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസും എഫ് വാല്യൂസും എടുത്ത് എഴുതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ, അതായത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് സംഭവങ്ങൾ, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ നമ്മളുടെ എക്സ് വാല്യൂസും എഫ് വാല്യൂസും എടുത്ത് എഴുതി. അപ്പോൾ എന്താണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്, ഇക്വേഷൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്.
എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു അസ്യൂംഡ് മീൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സ് വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ സെൻട്രൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ 10 to 50 അത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന വാല്യൂ 25 ഇനിയിപ്പോൾ 25 അവിടെ ആയിരുന്നു ലൈക്ക് 20, 28 അങ്ങനെയൊക്കെ വരുവാണെങ്കിലും അതിന് സെൻട്രലിൽ നിൽക്കുന്ന ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല, ഒന്നോ മാറിയാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഫൈനലിൽ. സോ നമ്മുടെ എക്സിൽ ഞങ്ങളുടെ അസ്യൂം മീനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ 2, 4, 6, 8 വാല്യൂസ് ഉണ്ട്. അപ്പം ഇതിന് സെൻറ്ററായിട്ട് വരുന്നത് ഈ 2 വാല്യൂസാണ് അല്ലേ, 3, 3 സെൻട്രൽ വരുന്നത് ഈ 2 വാല്യൂസാണ്, 35, 45. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഞാനിവിടെ 35 എടുക്കാൻ പോകണം. ഓക്കെ, 35 നേരെയുള്ള ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 35 എടുക്കുന്നത്. 45 എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ 35 എടുത്തു. ബട്ട് ഈ 35 എടുക്കുന്നത് എന്തിനാണ്, നമുക്ക് ഈ ഡി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണം. ഈ ഡി നമുക്കിവിടെ എക്സും എഫും ഒക്കെ ഉണ്ട്, പക്ഷേ ഡി ഇല്ല. ഈ ഡി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സോ നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ. അതായത് ഈ പറഞ്ഞ എക്സ് വാല്യൂസിൽ നിന്ന് ഈ പറഞ്ഞ അസ്യൂംഡ് മീൻ 35 നമ്മൾ മൈനസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, മൈനസ് ചെയ്ത് കിട്ടണം. അതായത് 5 - 35 മൈനസ് 30, 50 - 35 നമുക്ക് കിട്ടും -20, 25 - 35 നമുക്ക് കിട്ടും -10, 35 - 35 0. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ എക്സിനെ നമ്മൾ ഓരോ ഈ അസ്യൂംഡ് മീൻ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളേ, അതുകൊണ്ട് മൈനസ് ചെയ്യുക, ഓരോ പ്രാവശ്യം മൈനസ് ചെയ്യുക. ഇതും കൊണ്ട് മൈനസ് ചെയ്യുക, ഇതും മൈനസ് ചെയ്യുക, അങ്ങനെ എക്സ് ഈ പറഞ്ഞ എക്സ് വാല്യൂസ് ഇതിനോട് മൈനസ് ചെയ്യുക. നമുക്ക് അതിന് ഡി കിട്ടും. 45 - 35 നമുക്ക് 10 കിട്ടും, 20, 30, 40. അങ്ങനെ നമ്മളിവിടെ ടോട്ടൽ ഡി കിട്ടി. അതായത് എക്സിൽ നിന്ന് അസ്യൂംഡ് മീൻ നമ്മൾ കണ്ടുപിടിച്ചു, എക്സിൽ നിന്ന് അസ്യൂംഡ് മീൻ മൈനസ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടി. -30, -20, -10 അങ്ങനെ നമുക്ക് കിട്ടി, സമ്മ് കിട്ടി. ഇനി ഈ ഡീനെ വെച്ച് വേണം നമുക്ക് എഫിനെയും വെച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതായത് നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ആവശ്യം, ഇക്വേഷനിൽ മനസ്സിലാക്കാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അസ്യൂംഡ് മീൻ 35 അല്ലേ. പിന്നെ സിഗ്മ എഫ് ഡി, അതായത് എഫ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഇൻറ്റു ഡി ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് എഫിനെ നമ്മൾ ഈ ഡിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, എഫ് ഇൻറ്റു ഡി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 15 × 30, 20 × 20, 25 × 10. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ കഴിച്ച് ഞാൻ ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്, ടൈം കളയണ്ടെന്ന് വിചാരിച്ചു. അതായത് ഈ എഫിനെ ഞാൻ ഡിയും കൊണ്ട് ഇൻറ്റു ചെയ്തു, അതാണ് നമ്മുടെ ആവശ്യം, എഫ് ഇൻറ്റു ഡി. അപ്പോൾ 30 × 15 -450, അതായത് മൈനസ് സൈൻ കൊണ്ടുണ്ട്. 20 × 20 400, അതായത് മൈനസ് സൈൻ കൊടുത്തു. 10 × 25 അതായത് 250 കിട്ടി. 24 × 0 0 കിട്ടി. 12 × 10 നമുക്ക് 120 കിട്ടി. അങ്ങനെ നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തു. അതായത് എഫിനെ ഡീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം അത് കഴിഞ്ഞിട്ട് കൂട്ടി സിഗ്മ കിട്ടണം, അതായത് ടോട്ടൽ സമ്മ് കിട്ടണം. ഇതിൻ്റെ ടോട്ടൽ സമ്മ് ഇത് നമുക്ക് മൊത്തം ടോട്ടൽ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 3850 കിട്ടും ടോട്ടൽ. പിന്നെ നമുക്ക് ആവശ്യം ഈ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എൻ എന്താ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ സമ്മാണ്. ഇതിൻ്റെ ടോട്ടൽ സമ്മിനാണ് നമ്മൾ എൻ എന്ന് കൺസിഡർ ചെയ്തത്, അതായത് 250. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ എക്സിന് നമ്മൾ ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ എക്സിനെയും എഫിനെയും ഇൻറ്റു ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എക്സിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ എക്സിനെ അസ്യൂംഡ് മീൻ വെച്ച് നമുക്ക് ഡി ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ഡിയിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ നമുക്ക് എക്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, പക്ഷേ ഇതിന് ആവശ്യമുണ്ട്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആവശ്യമുണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രോസസ്സിൽ നമുക്ക് എക്സിൻ്റെ ആവശ്യമില്ല. സോ എഫിനെയും ഡീനെയും നമ്മൾ ഇൻറ്റു ചെയ്തു, നമുക്കങ്ങനെ ഇവിടെ ആൻസർ കിട്ടി. അതിൻ്റെ ടോട്ടൽ സമ്മ നമ്മളിവിടെ എഴുതുകയാണ്. അതായത് എക്സ് ബാർ ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ 35 നമ്മൾ ആദ്യം കണ്ടുപിടിച്ച അസ്യൂംഡ് മീന്, ദാറ്റ് പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സമ്മ 3850, ദാറ്റ് ഡിവൈഡ് ബൈ എഫിൻ്റെ ടോട്ടൽ സമ്മിനാണ് നമ്മൾ എൻ എന്ന് പറയുക. ഓക്കെ, അതായത് 250.
അപ്പോൾ നമുക്ക് 35 പ്ലസ് 38 50 ഡിവൈഡ് ബൈ 250 15.4 കിട്ടും. അപ്പോൾ 50.4 കണ്ടോ. കഴിഞ്ഞ പ്രോബ്ലം, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് നമുക്കിവിടെ ഷോർട്ട് കട്ട് മെത്തേഡിലും കിട്ടിയിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഡീവിയേഷനിലേക്ക് പോയാലും നമുക്ക് സെയിം ആൻസറേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ മാറുണ്ടാവും. നിങ്ങൾ ഏതൊരു മെത്തേഡ് പഠിച്ചാലും മതി, ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ആൻസർ എങ്ങനെ നോക്കിയാലും സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഡിവിഷനും കാണിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പ്രോബ്ലം നമ്മൾ ചെയ്യും. അതിൻ്റെ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. കാരണം അഡീഷണൽ എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യുന്നതാണ്, എക്സസൈസ് പ്രോബ്ലംസ് ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് ഉപയോഗിച്ച് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞങ്ങൾ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡും കൂടെ വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം സെയിം ആൻസർ കിട്ടുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആവാൻ വേണ്ടി. അതായത് നിങ്ങൾ ഏത് മെത്തേഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡിസ്ക്രീറ്റ് സീരീസ് വന്നു കഴിഞ്ഞാൽ. പക്ഷേ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാം. അതായത് സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് എൻ ഇൻറ്റു സി. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സ് വാല്യൂസും വൈ വാല്യൂസും, എക്സ് വാല്യൂസും എഫ് വാല്യൂസും അത് ഫ്രീക്വൻസി നമുക്ക് പഴയ പോലെ എടുത്ത് എഴുതാം. അപ്പോൾ ഞാനിവിടെ എക്സ് വാല്യൂസും നമ്മുടെ ഫ്രീക്വൻസിയും എടുത്ത് ഞാൻ എഴുതി. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കാം. ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ് പോലെ ഡിസ്ക്രീറ്റ് സീരീസിൽ എല്ലാ ഡിസ്ക്രീറ്റ് സീരീസിലും ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്, അതായത് എക്സ് വാല്യൂസിൻ്റെ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കണം. അതായത് 5 കഴിഞ്ഞാൽ 15 വന്നേക്കുന്നത്. അപ്പോൾ 5 - 15 എത്ര ഡിഫറൻസ്? 10. 15ഉം 25 ഡിഫറൻസ് സെയിം ആണോ നോക്കണം. കാരണം ഇതില്ലാത്തതിനും ഡിഫറൻസ് 5 കഴിഞ്ഞാൽ 15, അതായത് 10 കൂടി, വീണ്ടും 10 കൂടി 25 വീണ്ടും 10 കൂടി 35 വീണ്ടും 10 കൂടി 45, അങ്ങനെ 10ൻ്റെ ഡിഫറൻസ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് വലിയ ഡിഫറൻസ്, അതായത് 5 കഴിഞ്ഞ് 13, അത് കഴിഞ്ഞ് 25, അത് കഴിഞ്ഞ് 45, 30 അങ്ങനെയൊക്കെ വരുന്നതിൽ ഒരിക്കലും നിങ്ങൾ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത്, കാരണം നമുക്ക് ഡിഫറൻസ് വെച്ചിട്ട് വേണം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. സോ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 10, 5, 2 ഡിഫറൻസ് സെയിം ആണോ നോക്കണം. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഡിഫറൻസ് സെയിം ആണോ എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ക്വസ്റ്റ്യനിൽ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അസ്യൂംഡ് മീൻ നമുക്ക് ഡി കണ്ടുപിടിക്കണം അല്ലേ, ഡി ഉണ്ട് ഇവിടെ. സോ നമ്മൾ പ്രീവിയസ് നമ്മൾ ചെയ്തു ഡയറക്റ്റ് മെത്തേഡിൽ, ഷോർട്ട് കട്ട് മെത്തേഡിൽ ഡി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്ക് മനസ്സിലായില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? അതായത് അസ്യൂംഡ് മീൻ, ഈ ഒരു ക്വസ്റ്റിനകത്ത് സെൻറ്ററിൽ നിൽക്കുന്ന അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കുക. അതിൽ 1, 2, 3, 4, ഇവിടെ നിന്ന് 4. അപ്പോൾ സെൻറ്ററിൽ 2 വാല്യൂസ് ഉണ്ട്. 7 ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ, ഇതിപ്പോൾ 8, ഇത് 2, 4, 6, 8 ഉള്ളതുകൊണ്ട് നടുക്ക് 2 വാല്യൂസ് വരുന്നില്ലേ. അതിൽ ഞാൻ 35 എടുക്കുകയാണ്. കാരണം 35ൻ്റെ നേരെ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുതലുള്ള കൺസിഡർ ചെയ്യുക. 45 എടുത്താലും കുഴപ്പമില്ല, ബട്ട് 35 എടുത്താൽ ബെറ്റർ ആയിരിക്കും. സോ 35 എടുത്തു. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അസ്യൂം മീൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൽ നിന്ന് ഈ പറഞ്ഞ അസ്യൂം മീൻ 35 കുറയ്ക്കുക. ഓക്കെ, പക്ഷേ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ ഇത് മാത്രം ചെയ്താൽ പോരാ. സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ ഇതിൻ്റെ കൂടെ എത്രയാണോ ഡിഫറൻസ്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അതായത് 5, 15, 25 അങ്ങനെ ഡിഫറൻസ് ഇല്ലേ. ഇനിയിപ്പോൾ ഇവിടെ 5 ഡിഫറൻസ് ഉള്ള, 5 കഴിഞ്ഞ് 10 വന്നേ. അപ്പോൾ 5 ഡിഫറൻസ്, അങ്ങനെ 5 ഡിഫറൻസ് എങ്കിൽ ദാറ്റ് ഡിവൈഡ് ബൈ 5. പക്ഷേ ഇവിടെ 10 വന്നേനെ, 10. ഈ 8 ഡിഫറൻസ് എങ്കിൽ ഡിഫറൻസ് 8. ആ ഡിഫറൻസ് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്കിവിടെ ഉപയോഗമുള്ളൂ. അതായത് എക്സ്, അതായത് ഈ 5 - 35 നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുമ്പോൾ -30 അല്ലേ.
ആ -30 ഇത് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അന്നേരം നമുക്ക് എത്ര കിട്ടും? -3. ഇപ്പോൾ മനസ്സിലായോ? ലൈക്ക് നമുക്ക് ഈ എക്സിൽ നിന്ന് അശ്വിൻമേ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വാല്യൂ കിട്ടും. അതായത് 15 - 35 നമുക്ക് -20 കിട്ടും. ആ 20നെ നമ്മൾ വീണ്ടും ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -2. ഇത്രയുള്ള സംഭവം ഓർമ്മ ചെയ്ത് കാണിച്ചാൽ 25 നിന്ന് 35 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും -10. ദാറ്റ് ഡിവൈഡ് ബൈ 10 ഈ 10 നമുക്ക് കിട്ടും -1. പിന്നെ ഇത് പിന്നെ പറയണ്ടല്ലോ, 35 പോയാൽ 0 വരുന്നത്, അതുകൊണ്ട് 0 ഡിവൈഡ് ചെയ്തിട്ടും കാര്യമില്ല, അപ്പോൾ 0. പിന്നെ 45 - 35 നമുക്ക് കിട്ടും +10. അതേ ഡിവൈഡ് ബൈ 10 1. അങ്ങനെ സെയിം നമുക്ക് 2, 3, 4 മനസ്സിലായോ? ഇത്രയുള്ള സംഭവം. ഇനി അടുത്തത് നമുക്കങ്ങനെ ഡി കിട്ടി, നമ്മുടെ ഡി കിട്ടി. ഇവിടെ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇവിടെ ഡി കിട്ടി. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് ഇൻറ്റു ഡി. ഈ പറഞ്ഞ എഫിനെ ഈ കിട്ടിയ ഈ ഡി വിയും കൊണ്ട് ഇൻറ്റു ചെയ്യണം. എഫ് ഇൻറ്റു ഡി, അതായത് എഫ് ഡി. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു ഡി നമ്മൾ ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു ഡി ഡാഷ് ആണ് കേട്ടോ, ഡി ഡാഷ്. ഈ എഫിനെ ഈ ഡി ഡാഷ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ കിട്ടുന്ന സമ്മ് ടോട്ടലാകുമ്പോൾ അതിനാണ് സിഗ്മ എഫ് ഡി എന്ന് പറയുക, ഡി ഡാഷ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. 15 × 3 45 വരും. മൈനസ് സൈൻ കൊടുത്ത് 45 - 45 അങ്ങനെ -40 വരും. പിന്നെ അടുത്ത് -25 വരും, 0 വരും, 12 വരും, 62 142 230 208. ഓക്കെ, അങ്ങനെ നമുക്ക് എഫിനെ നമ്മൾ ഡി ഡാഷ് കൊണ്ട് മൈനസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയ വാല്യൂസാണ് ഇത്. ഈ വാല്യൂസിൻ്റെ ടോട്ടൽ സമ്മാണ് നമ്മൾ പറയുക സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കൂട്ടിക്കുമ്പോൾ കിട്ടുന്നത് 385. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് നോക്കാം. എക്സ് ബാർ ഈക്വൽ ടു എ, ഞാൻ ഡയറക്റ്റ് എഴുതുവാണ്. അത് എ എന്ന് പറയുമ്പോൾ നമുക്ക് അസ്യൂംഡ് മീൻ 35, ദാറ്റ് പ്ലസ് സിഗ്മ ഡി ഡാഷ്. സിഗ്മ ഡി ഡാഷ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഡി ഡാഷ്. അതായത് എഫിനെയും ഡി ഡാഷിനെയും കൂടെ ഇൻറ്റു ചെയ്ത് കിട്ടിയ വാല്യൂസിൻ്റെ ടോട്ടലാണ് എഫ് ഡി ഡാഷ്. അതായത് 385 ഡിവൈഡഡ് ബൈ എൻ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത 2 മെത്തേഡ് യൂസ് ചെയ്ത പോലെ തന്നെ എഫിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എൻ എന്ന് പറയുക. അതായത് 250. ഓക്കെ, ദാറ്റ് ഇൻറ്റു ഡിഫറൻസ്. ഇവിടെ സി എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഡിഫറൻസ് നമുക്ക് എത്രയാണോ നമ്മുടെ വാല്യൂസിലെ മുൻപുള്ള ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് അതിനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ഇതിൻ്റെ ഫൈനൽ നമുക്ക് കിട്ടുന്നത് 50.4 ആണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് ഔട്ട്കം കിട്ടാൻ പോകുന്നത് സെയിം ആൻസർ തന്നെയാണ്. പക്ഷേ സ്റ്റെപ്പ് ഡീവിയേഷൻ്റെ മെത്തേഡിൽ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എക്സ് വാല്യൂ നമുക്ക് കിട്ടിയ എക്സ് വാല്യൂ ആ വാല്യൂവിന് ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കുക. എന്നാൽ മാത്രമാണ് ഇവിടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ടോ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡീഷണലായിട്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അഡീഷണലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.